അങ്ങനെ 2 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ റിലീസായി. രാവിലത്തെ ടിക്കറ്റൊക്കെ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഉം. പക്ഷേ 2:45 ഒരു സീറ്റ്. ഞാൻ അതിനുവേണ്ടി എന്റെ ഇത് തിരിച്ച് കാർട്ടൂൺ ആയതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചതാ. കാർട്ടൂൺ അല്ല, ഓക്കെ. അങ്ങനെ കാർട്ടൂൺ ആയതുകൊണ്ട് ഞാൻ വരാഞ്ഞതാ. ആനിമെ ഉം. പോയി കണ്ടു. ഒന്നും പറയാനില്ല, പൊളി. പക്ഷേ നമ്മൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ്. ഉം. അതും ഐമാക്സിൽ തന്നെ പോയി കാണണം. അല്ലാതെ പടത്തിന് നമുക്ക് ആ ഒരു ഹൈപ്പും രസവും കിട്ടത്തില്ല. ആനിമേഷൻ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ. ഇതിലൊരു ചെറിയ പടത്തിൻ്റെ കഥ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല, ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇതിലൊരു സിനാരിയോ ഉണ്ട്, ഡീമൻ്റെ കണ്ണിലേക്ക് ഒരു കത്തി വെച്ച് കുത്തുന്ന ഒരു സീന്, പിന്നെ അവിടെ ക്രിസ്റ്റലായി മാറുന്ന ഒരു സീനും. ആ കണ്ണി കുത്തുന്ന നമുക്ക് ശരിക്കും ചില ഒരു ഇതിൽ പെട്ടെന്ന് നമുക്ക് ഫീൽ ആവാൻ പറ്റും, നമ്മുടെ കണ്ണി വന്ന കുത്തിയെന്ന്. അതേപോലെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ വെയിറ്റ് ചെയ്ത ഫൈറ്റിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട വില്ലൻ. ഇതിൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ് വരുന്ന വില്ലൻ അങ്ങനെയാണ്, നെവർ ഗിവ് അപ്പ്, ആ ഒരു മൈൻഡോട് കൂടി ഒരു ഫൈറ്റ്. പക്ഷെ ഇതിന്റെ മെയിൻ ഒരു ഡ്രോബാക്ക് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ലൈമാക്സ് ഫൈറ്റിന്റെ ഇടയ്ക്ക് ഒരു ഇവരെ സ്ഥിരം ഉള്ളതാണ് ഡീമൺ സ്ലെയറിനകത്ത്, പെട്ടെന്ന് അവർ പാസ്റ്റിൽ കൊണ്ടുപോകും അവൻ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അതൊരു കൊണ്ടുപോയിട്ട് ആ ഒരു പീക്കുന്ന സമയത്ത് തിയേറ്ററിൽ വെച്ചാൽ എല്ലാവരും പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ പീക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഇവർ പാസ്റ്റിൽ കൊണ്ടുപോയി 25 മിനിറ്റ് അവൻ്റെ പാസ്റ്റും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കൊണ്ടുവരുന്ന അതാണ് കാണിക്കുന്നത്, അവനെ വെട്ടാൻ പോകുന്ന ആ രീതിക്കാണ് കാണിക്കുന്നതെങ്കിലും ആൾക്കാർക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയില്ല. അതൊരു ശരിക്കും ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. ഒരു ഇത് പക്ഷെ നമ്മൾ തന്നെ തണുത്തു ആ ഒരു ഇതിൽ നിന്നും, ആ ആവേശത്തിൽ നിന്ന് മാറി. ശരിക്കും പറഞ്ഞ ഈ പടം ഡീമൺ സ്ലെയർ കണ്ടിട്ടുള്ള ഫാൻസിന് സ്ക്രീനിന്റെ പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാൽ, മറ്റേ ഐമാക്സിന് വേണ്ടി ഇറക്കിയത് എനിക്ക് ആ വന്ന് കാണാൻ സ്ക്രീൻ 1/1 മറ്റേ സ്ക്രീൻ ഉണ്ടല്ലോ, അതായിരുന്നു. പിന്നെ ആണെങ്കിൽ മെയിനായിട്ട് പറയാൻ വന്നേ, നമ്മുടെ ടാൻജീറോടെ ആണെങ്കിലും ഒക്കെ അവരുടെ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ പോലെ ഇത് വരുന്നത് നല്ല രസമായിരുന്നു പടം. കാരണം ശരിക്കൊന്നും പറയാനില്ല, ആ ഒരു രീതിക്കാണ് അവർ കൊണ്ട് പടം കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ഇതിന് സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇൻഫിനിറ്റി കാസിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എനിക്ക് 2027 പിന്നെ 29, മൂന്നാം പാർട്ടും 29 അല്ല. അതേപോലെ സെൻസർ ബോർഡ് ആണെങ്കിൽ ഞാൻ വായിച്ചായിരുന്നു, ഈ 15 മിനിറ്റ് എങ്ങാണ്ട് ഇതിനകത്ത് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെന്ന്. അത് ശരിയാണോന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാൽ കൂടിയും പടത്തിൽ അങ്ങനെ നമുക്ക് എവിടെയും തോന്നുന്നില്ല, ബ്ലഡ് ഷെഡിൻ്റെ അവിടെ ആണെങ്കിലും അങ്ങനെ തോന്നത്തില്ല ഇത് എന്തെങ്കിലും സെൻസർ ചെയ്തിട്ടുള്ള രീതി അറിയത്തില്ല. പക്ഷെ എന്തെങ്കിലും അൺസെൻസർഡ് വേർഷൻ വരുമ്പോൾ കാണുമ്പോൾ ആ ഒരു ഡിഫറൻസേ മനസ്സിലാവത്തുള്ളൂ. ഇല്ല, ഈ അനിമേഷനിൽ എന്താണ് ഈ ബ്ലഡ് ഷെഡിന്റെ സീൻ എന്തുവാ? ഇത് അത്രയ്ക്ക് അറിയാൻ പറ്റുമോ? കൊള്ളാം. ഇതിലെന്താ അറിയാൻ ബ്ലഡ് ഷെഡ്? കുറച്ച് റെഡ് കാര്യടി. അതിന് ഒരു കാര്യം ചെയ്യണം, ഒരു ആനിമെ കണ്ടു തുടങ്ങും, ഏതെങ്കിലും ഒരു സീരീസ്. അതായത് സജഷൻ തരുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കണ്ടു തുടങ്ങിയത് എൻ്റെ കൊച്ചുനാൾ മുതൽ ആ ഒരു ഇത് പിടിക്കുവാണെങ്കിൽ ഡ്രാഗൺ ബോൾ സെഡ്, പിന്നെ വൺ പീസ്, ഇതൊക്കെയാണ് ഫസ്റ്റ് കണ്ടു തുടങ്ങിയത്. ഡ്രാഗൺ ബോൾ സെഡ് അങ്ങനെ പോവും. ഡ്രാഗൺ ബോൾ സൂപ്പർ, എനിക്കൊന്ന് ലാസ്റ്റ് ഡ്രാഗൺ ബോൾ സൂപ്പറോ. പക്ഷെ അതൊക്കെ കണ്ടു ഒരുപാട് കാലാവില്ലേ? ഇല്ല, പിടിച്ചിരുന്ന് കണ്ടാൽ മതി. ഞാൻ ഇപ്പൊ കണ്ടു തുടങ്ങി ഒരു 10 വർഷം ആകുമ്പോ തീരുവതൊക്കെ. കാണണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഡീമൺ സ്ലെയർ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഇപ്പം തുടങ്ങി കഴിഞ്ഞാൽ 1 മാസം 2 മാസം 1 മാസം മാക്സിമം അതിനകത്ത് കണ്ടു തീർക്കാം. പക്ഷെ എന്നും കാണണം 2-3 എപ്പിസോഡ് വെച്ച്. അത്രയും കാണാൻ സമയം കിട്ടണ്ടേ? സമയമൊക്കെ കിട്ടി. ഇതാണ് ഇവിടെ സുബിച്ചനാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് 4:30 ആവുമ്പോഴത്തേക്ക് കയറി ഇരിക്കുന്നുണ്ട് കാർട്ടൂൺ കാണാൻ. പക്ഷെ അത് വേറെ, അത് ഈ വീക്കെൻഡിലല്ലേ ഉള്ളു. 4:30 എന്നിട്ട് നമുക്ക് കാണാൻ വെച്ചേക്കുന്നത് ഇരുന്ന് കാണുന്നത്. അടുത്ത ഏത് സിനിമയാണ് ഇതേപോലെ സുബിച്ചൻ കാത്തിരിക്കുന്നത്? എനിക്ക് മിറായ് കാണണമെന്നുണ്ട്. മിറായ് ഞാൻ നോക്കി, ടിക്കറ്റ് നോക്കി, കിട്ടാനില്ല. ഇവിടെയൊക്കെ ഫുള്ളാ. തെലുഗു വെർഷനിലില്ല, തമിഴ് വെർഷൻ ആണെങ്കിൽ 2-3 എന്തേ ഉള്ളൂ. തെലുഗു വെർഷൻ ഫുള്ളും അതും ഹൗസ്ഫുള്ളാ. നോക്കാം, കണ്ടിട്ട് അതിന്റെ ഒരു റിവ്യൂ കൂടെ നമുക്ക് ഇടാം. മിറായിടെ. ഓക്കെ, അപ്പൊ ശരി,
ആരെങ്കിലും ഡിമൺ സ്ലെയർ ഇൻഫിനിറ്റി ക്യാൻസിൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണും. കാരണം എപ്പോഴും ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. അതല്ല ഈ ഡീമൺ സ്ലെയർ പോലെയുള്ള എന്ന് വെച്ചാല് മെയിൻലി ഒരു അനിമെ പടം ഇതേപോലെ ഹൗസ്ഫുൾ ആയിട്ട് കണ്ടു എന്ന് പറഞ്ഞൊരു സംഭവം വലിയ സംഭവമാണ്. ഈവൻ ഡീമൺ സ്ലെയറിന്റെ ഇതിനു മുമ്പ് വന്നതിനകത്ത് പോലും ആൾക്കാർ ഇത്രയും എന്നുവെച്ചാൽ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു. കാരണം ഒന്ന് ആനിമേഷൻ നെക്സ്റ്റ് ലെവൽ, പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി. ഇതിനകത്താണെങ്കിൽ ഇന്നോസ്കെ ഒന്നും അധികം കാണിക്കുന്ന പോലും ഇല്ല. അത് അടുത്ത 2027 ഇറങ്ങുമ്പോ ഇന്നോസ്കെ അഴിഞ്ഞാട്ടമായിരിക്കും. എന്തുവാണേലും കണ്ടു കാണാത്തൊരു അല്ലെങ്കിൽ വസന്തോന്ന് വിളിക്കുന്നതൊക്കെ ജെൻസി പിള്ളേർ തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ അതുകൊണ്ട് കണ്ടു തുടങ്ങണം. അപ്പൊ ശരി ഗൈസ്, ഇനി നമുക്ക് അടുത്ത മിക്കവാറും മിറായിയുടെ റിവ്യൂ വരെ വരുന്നേരം വരയ്ക്കും. ബൈ.